എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ടും എടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ തേങ്ങയും കൂടത്തിന് കട്ട് ചെയ്ത നേന്ത്രപ്പഴം, കുറച്ച് നട്ട്സ് റൈസൻസും എടുത്തിട്ടുണ്ട്. മധുരത്തിനുള്ള പഞ്ചസാര കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാവേ. ഒന്ന് മൂത്ത് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു മുട്ടയും കൂടത്തിന് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മൈദയും പിന്നെ നമ്മൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല ലൂസ് ബാറ്റർ ആയിട്ട് ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ ദോശക്കല്ല് നല്ലപോലെ ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് വിധം മാവ് ഒഴിച്ചിട്ട് കട്ടി കുറച്ചൊന്ന് ചെയ്തെടുക്കാം. രണ്ട് പുറം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ മൊത്തം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു ഫില്ലിംഗ് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ 4 സൈഡ് മടക്കി എടുത്തിട്ട് ഒരു മുട്ടയും 2 ടീസ്പൂൺ പഞ്ചസാര മിക്സ് ചെയ്ത് ഈ ഒരു മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു ദോശക്കല്ല് കുറച്ചധികം നെയ്യ് ഒഴിച്ചിട്ട് 2 സൈഡ് നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ചുരുട്ടി കഴിക്കാൻ കുറച്ചുകൂടി നല്ലതായിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.